സമാധാനം ആഗ്രഹിക്കാത്ത, സന്തോഷം ആഗ്രഹിക്കാത്ത, നല്ല കുടുംബജീവിതം ആഗ്രഹിക്കാത്ത ആരും ഉണ്ടാവില്ല. എല്ലാവർക്കും അത് തന്നെ വേണം. നല്ല ഉറക്കം ആഗ്രഹിക്കാത്ത ആരും ഉണ്ടാവില്ല. പക്ഷെ ഇതൊക്കെ ഉണ്ടാവണമെങ്കിൽ മനുഷ്യന് ഡീപ്പറായിട്ട് ഹീലിംഗ് നടക്കണം. ഇപ്പൊ ഡീപ്പ് ഇമർഷനിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ, മനുഷ്യരിൽ ഹീലിംഗ് നടക്കാതിരിക്കാൻ അല്ലെങ്കിൽ ഒരു ഹീലിംഗ് പ്രോസസ്സിന് വേണ്ടി അയാൾ പോകാതിരിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ രസകരമായ ഒരു കാരണം, ഞാൻ നന്നായി പോകുമോ എന്നുള്ള പേടിയാണ്. നന്നായി പിന്നെ അയാൾ ഇതുവരെ കളിച്ച കുതിരകളിൽ നടത്താൻ പറ്റില്ലല്ലോ. അപ്പൊ ഇനിയിപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു 10 കൊല്ലം കൂടി കുതിര കളിച്ചാൽ എന്നിട്ട് പിന്നെ ഹീലിംഗിലേക്ക് പോകാം എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. ചില ആളുകൾ പ്രതീക്ഷ വിട്ടവരാണ്. ഇനി ഞാൻ നന്നാവില്ല, ഞാൻ കുറേ അലമ്പുകളൊക്കെ ചെയ്ത് ജീവിതത്തിലാകെ, അതായത് സ്വന്തത്തിന് മാപ്പ് കൊടുക്കാത്തവർ, സ്വന്തം ഞാനൊരു ചെറ്റയാട്, ഞാനൊരു പരമചെറ്റയാട് എന്ന് വിശ്വസിച്ച് ഇനി ഞാൻ നന്നാവില്ല എന്ന് ഉറപ്പിച്ച ഇനി ഞാൻ നന്നാവില്ല. ചില ആളുകൾക്ക് ഈ ഹീലിംഗ് പ്രോസസ്സ് എന്ന് പറയുന്ന സംഭവം ഉണ്ട് തന്നെ അറിയില്ല കേട്ടോ. അതായത് അങ്ങനെ ഒരാൾക്ക് ഹീൽ ചെയ്യാൻ പറ്റുന്നോ, അല്ലെങ്കിൽ ഒരു പ്രോസസ്സിന് ഹീൽ ചെയ്യാൻ പറ്റുന്നോ, ഹീൽ ചെയ്താൽ സമാധാനം വരുന്നത്, അതായത് നമ്മളെ പിടിച്ചു നിർത്തുന്ന കുറേ സംഭവങ്ങൾ ഉണ്ടാവില്ല. ചിലപ്പോൾ ബാപ്പാന്റെ അടിയായിരിക്കും, ഉമ്മാന്റെ തെറിയായിരിക്കും, അല്ലെങ്കിൽ അധ്യാപകന്റെ ഇൻസൾട്ട് ആയിരിക്കും, അല്ലെങ്കിൽ കളീഗിന്റെ പ്രശ്നങ്ങളായിരിക്കും, അല്ലെങ്കിൽ പാരന്റൽ ഇഷ്യൂസ് ആയിരിക്കും, അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന ചവിട്ടായിരിക്കും. എവിടെ നിന്നാണ് നമുക്ക് ചവിട്ട് കിട്ടിയെന്ന് നമുക്കറിയില്ല. ഏതായാലും നമ്മൾ നിരന്തരം എല്ലാവർക്കും ചവിട്ടും അടിയും കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇത് എവിടെ നിന്ന് കിട്ടിയതാണെന്ന് നമുക്കറിയില്ല. അത് ഹീൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ബിഹേവിയറിനെ പഴയ ട്രോമകൾ ഇങ്ങനെ സ്വാധീനം ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. നമ്മളത് ഭാര്യയോട് ദുസ്വഭാവം കാണിക്കുന്നുണ്ട്, മക്കളോട് ദുസ്വഭാവം കാണിക്കുന്നുണ്ട്, എംപ്ലോയീസിനോട് ദുസ്വഭാവം കാണിക്കുന്നുണ്ട്, ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ നമ്മൾ സ്റ്റാഫിന് അല്ലെങ്കിൽ വെയിറ്ററോട് കാണിക്കുന്നുണ്ട്. അങ്ങനെ പോകുന്നിടത്തൊക്കെ അടി ഉണ്ടാക്കുന്ന ആളായിരിക്കും. സംഭവം എന്താ, ചെറുപ്പത്തിൽ വാപ്പാനോട് കിട്ടിയ അടി ഹീൽ ചെയ്തിട്ടുണ്ടാവില്ല. ഇനി വേറെ ഒരു കൗമം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഹീലിംഗ് ഒന്നും വേണ്ട, ഞാൻ ഓക്കെയാണ്, പെർഫെക്റ്റ് ഓക്കെയാണ്, എനിക്കൊന്നിൻ്റെ ആവശ്യമില്ല, ഐ നോ എവറിത്തിങ്. ഇയാളാണ് ഏറ്റവും ഡേഞ്ചർ മനുഷ്യൻ. ഒരാൾ പറയാണ്, കൗൺസിലിങ്ങിനൊക്കെ വരുമ്പോൾ പൊതുവെ പറയലുണ്ട്, ഡോക്ടറെ ഞങ്ങളുടെ കുടുംബത്തിൽ മൊത്തം പ്രശ്നമാണ്, എന്നും അടിയാണ്, നിങ്ങൾ ഭാര്യയ്ക്ക് ഒരു കൗൺസിലിംഗ് കൊടുക്കുന്നത്. ഞാൻ ഓക്കെയാണ്, ഞാൻ പെർഫെക്റ്റ് ഓക്കെയാണ്, എൻ്റെ ഭാര്യയ്ക്ക് ഒരു കൗൺസിലിംഗ് കൊടുക്കും. അയാളെ പേടിക്കണം. കാരണം അയാൾ ഒരു കോൺഷ്യസ് ആയിട്ടുള്ള സബ് കോൺഷ്യസ് ആയിട്ട് അയാൾ ഇൻകോമ്പിറ്റന്റ്, അയാൾക്ക് വിവരമില്ല എന്നുള്ള വിവരം അയാൾക്കില്ല. അങ്ങനത്തെ ആളുകളാണ് ലോകത്ത് ഏറ്റവും വലിയ ഡേഞ്ചർ. കാരണം ഒരിക്കലും അവർക്ക് വളരാൻ പറ്റുകയില്ല. കാരണം അവർ വളർച്ചയെക്കുറിച്ച് ചിന്തിക്കുകയില്ല. കാരണം അവർ പെർഫെക്റ്റ്ലി ഓക്കെ ആണല്ലോ. അപ്പൊ അങ്ങനെ പിന്നെ വേറെ ടീം വരാതിരിക്കുന്നതെന്ന് വെച്ചാൽ, പൊതുവെ ഒരു ഹീലിംഗ് പ്രോസസ്സിലേക്ക് പോകാത്തത്. ഞാൻ ഹീൽ ചെയ്യണമെങ്കിൽ ഞാൻ ഒരാളോട് പോയിട്ട്, ഒരു ഹീലറോട് പോയിട്ട്, അല്ലെങ്കിൽ ഒരു പ്രോസസ്സിനോട് പോയിട്ട് എൻ്റെ കഥകളൊക്കെ പറയണല്ലോ, ഒരു കുമ്പസരിക്കണല്ലോ. ആ കുമ്പസരിക്കുമ്പോൾ ഞാൻ ഭയങ്കര ഡീസൻ്റ് ആണല്ലോ, ഞാൻ കോട്ട് സൂട്ടൊക്കെ ഇട്ട് നടക്കുകയാണല്ലോ. അപ്പോൾ ഈ കോട്ടിൻ്റെ ഉള്ളിലെ യഥാർത്ഥ മനുഷ്യനെ കുറിച്ച് ആളുകൾക്കൊക്കെ അറിയല്ലോ, അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ കൗൺസിലർക്ക് അല്ലെങ്കിൽ ഹീലർക്ക് അറിയല്ലോ. അങ്ങനെ ആരും എൻ്റെ ഇതൊന്നും അറിയണ്ട, ഞാൻ ഇങ്ങനെ കോട്ടിട്ട് സിറ്റായി നടന്നോളാം, എൻ്റെ സീക്രട്ടുകൾ ആരും അറിയണ്ട എന്ന് വിചാരിച്ച ആ ദുരഭിമാനം കൊണ്ട് ജീവിതകാലം മുഴുവൻ ആ ഒരു വലിയ ഭാരം തലയിൽ വെച്ച് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഞാൻ വീണ്ടും പറയുന്നു, ഈ ഒരു ബിലീഫ് സിസ്റ്റം ഒക്കെ ഒന്ന് മാറ്റിയാൽ ഹീലിംഗ് എന്ന് പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ പ്രോസസ്സ് ഉണ്ട്. ഞങ്ങൾ പലപ്പോഴും ഒരു 10-11 ദിവസം ഏതെങ്കിലും ഒരു തണുപ്പുള്ള പച്ചപ്പുള്ള പ്രകൃതിയുള്ള ഏതെങ്കിലും കുന്നിൻ്റെ മുകളിൽ പോയിട്ട് ശാന്തമായിട്ടിരുന്നിട്ട് സ്വന്തത്തെ ഡിസ്കവർ ചെയ്യുന്ന, സ്വന്തത്തിൻ്റെ പ്രശ്നങ്ങൾ ഡിസ്കവർ ചെയ്യുന്ന, സ്വന്തത്തെ ഹീൽ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ബേസിക്കലി ഡീപ്പ് ഇമർഷൻ. അങ്ങനെയൊക്കെ ഒരു അവസരം കിട്ടി ഹീൽ ചെയ്യാൻ ആർക്ക് ഭാഗ്യമുണ്ടോ അയാളാണ് ലോകത്തെ ഏറ്റവും ഭാഗ്യവാൻ. അല്ലാതെ പൈസ, നിങ്ങൾ ആലോചിച്ച് നോക്കി, 7000 സ്ക്വയർ ഫീറ്റ് വീടുണ്ട്, പെണ്ണുങ്ങളെ ഒരു തെറ്റിയിട്ട് 2 റൂമിൽ ഉറങ്ങുകയാണെങ്കിൽ എന്താ കാര്യം? അതല്ലെങ്കിൽ അക്കൗണ്ടിൽ 800 കോടി രൂപ ഉണ്ട്, രാത്രി ഉറക്കം വരണമെങ്കിൽ എന്താ കാര്യം? നിങ്ങൾക്ക് എല്ലാം ഉണ്ട്, ബിസിനസ്സും ബ്രാൻഡും പദവിയും പബ്ലിസിറ്റിയും ഒക്കെ ഉണ്ട്. പക്ഷെ ഉമ്മയും ബാപ്പയായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒക്കെ അല്ല. ഉമ്മയിൽ തെറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാ നല്ലത്? അപ്പോൾ ഒരു മനുഷ്യൻ ഏറ്റവും വലിയ വെൽത്ത് എന്ന് പറയുന്നത് ഹീലിംഗ് ആണ്. ഏറ്റവും വലിയ ഭാഗ്യവാൻ എന്ന് പറയുന്നത് ഹീലിംഗ് ആണ്. ഹീലിംഗ് കിട്ടിയവൻ പീസ്ഫുൾ ആയിരിക്കും, നന്നായിട്ട് ഉറങ്ങും, ഹാപ്പി ആയിരിക്കും, നല്ല വാപ്പയായിരിക്കും, നല്ല മകനായിരിക്കും, നല്ല ഭർത്താവായിരിക്കും, നല്ല ബോസ് ആയിരിക്കും, നല്ല എംപ്ലോയി ആയിരിക്കും, ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അയാൾ പൊളിയായിരിക്കും. അങ്ങനെ ഒരു പൊളി മനുഷ്യനാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ നമ്മൾ ഡീപ്പ് ഇമർഷൻ എന്ന് പറയുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും നൂതനമായ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ 360 ഡിഗ്രി, വെറും ലൈഫ് എന്ന് പറയുമ്പോൾ അത് പണമാവട്ടെ, പഠിച്ചവനാവട്ടെ, ആരോഗ്യമാവട്ടെ, ഫാമിലി ആവട്ടെ, എല്ലാത്തിനെയും 10 KPIs, ജീവിതത്തിൻ്റെ 10 മൂല്യങ്ങളെ മുറുകെ പിടിക്കുന്ന ആ 10 മൂല്യങ്ങളെയും ഒരുപോലെ ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പ്രോസസ്സാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് സമൂഹത്തിന് കൊടുക്കാനുള്ള എൻ്റെ ഏറ്റവും വലിയ സംഭാവനയാണ് ബേസിക്കലി ഡീപ്പ് ഇമർഷൻ എന്ന് പറയുന്ന ഈ നൂതനമായ പ്രോസസ്സ്. ആ പ്രോസസ്സിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. വർഷത്തിൽ ഒരൊറ്റ ക്യാമ്പേ ഉണ്ടാവാറുള്ളൂ. അതൊന്നെങ്കിൽ ജോർജിയയിലോ ബാലിയിലോ സ്വിറ്റ്സർലാൻഡിലോ എവിടെയെങ്കിലും ഒന്നായിരിക്കും. ഈ വർഷത്തെ ക്യാമ്പ് നടക്കുന്നത് ജോർജിയയിലെ ഗുദാരി ഹിൽസിന്റെ നല്ല പച്ചപ്പും മഞ്ഞും തണുപ്പും പ്രകൃതിയും വെള്ളച്ചാട്ടവും ഒക്കെ ഉള്ള ഒരു ബ്യൂട്ടിഫുൾ, എല്ലാ ടെൻഷനിൽ നിന്നും മാറി, മൊബൈൽ ഫോണൊക്കെ മാറ്റിവെച്ച്, ഭാര്യനൊക്കെ ഒന്ന് മാറ്റിവെച്ച്, എല്ലാ ടെൻഷനിൽ നിന്നും മാറിയിട്ട് ഒരു 10 ദിവസങ്ങളുണ്ട് എസ്കേപ്പ് ചെയ്യാൻ പോലും നമ്മളെ കൂടെ തിരിച്ചു വരുമ്പോൾ ഒരു പുതിയ മനുഷ്യനായിട്ട്, സമാധാനമുള്ള മനുഷ്യനായിട്ട് തിരിച്ചു വരാം. ഡീപ്പ് ഇമർഷൻ പൊളിയാണ്.